കവിതകളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ എൻ്റെ ഒരു കവിത കേട്ടാലോ? ഇത് ആലപിച്ചത് റഷീദ് എന്നൊരാളാണ്. പറയൂ പ്രണയം പൂക്കും താഴ്വാരങ്ങളിലെ സുഗന്ധം വീശും കാറ്റിൻ ചുണ്ടിലും സുരഭില താളം സുഖസുമമോഹമോ ഹൃദയ വൃന്ദാവനമേ പറയൂ പ്രണയം പൂക്കും താഴ്വാരങ്ങളിലെ. സംഭാഷണത്തിനിടെ കാവ്യമാകുന്ന മഹാഗ്രന്ഥത്തിൻ്റെ എല്ലാ പേജുകളിലും നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ കാവ്യം രചിച്ചു കഴിഞ്ഞുവെന്നും എന്നിരുന്നാലും അതിൽ ഒരു പേജ് എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടപ്പുണ്ടാവാൻ സാധ്യതയുണ്ടാകുമെന്നും ആ പേജ് കണ്ടെത്തി നാം അവിടെ നമ്മുടേതായ കാവ്യം എഴുതി ചേർക്കണമെന്ന് സച്ചിദാനന്ദൻ സാർ പറഞ്ഞപ്പോൾ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങൾ കൊണ്ടും ഞാൻ എഴുതിയ പ്രാസകവിതാ സമാഹാരം അദ്ദേഹത്തെ കാണിക്കുകയും അതിൽ നിന്ന് 1-2 കവിതകൾ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കാവ്യങ്ങളിലേക്ക് കണ്ണോടിച്ചതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ങ എന്ന് വരുന്ന അക്ഷരമാല പ്രാസകവിതയാണ്. ഈ അക്ഷരത്തിലും എഴുതാൻ പറ്റിയോ എന്ന് സാറ് ചോദിച്ചപ്പോൾ സാറെ ഡബിൾ ങ വരുന്ന ങായിലും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം അത് രാവണ്യ സാറിനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ഈ കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ സുമേഷ് കൃഷ്ണൻ സാറാണ്. ഞാനൊടുവിൽ നാടണഞ്ഞു ഞാറ്റുവേല ഒരുങ്ങിയ നാളിൽ ഞായറിന്നാലസ്യത്തിലൊരു പിടി നവരയരിച്ചോറ് കൊതിച്ചു. ഞാനോടി കടയിൽ ചെന്നു ഞാനെൻ്റെ മോഹമറിയിച്ചു. ഞാവൽ പഴം അളക്കുന്നവനത് മാറ്റി നവരയരി വേഗം തന്നു. ഞൊടിയിടയിൽ അരി വേവിച്ചു ഞണ്ടിൻ കറി കോരിയൊഴിച്ചു. ഞെരടിയിട്ടൊരു പിടിയും കഴിക്കേ നെട്ടലിലൊരു ശബ്ദം കേട്ടു. ഇങ്ങനെ തുടർന്നു പോകുന്ന കവിതയിൽ പറയുന്നത് ഇന്ന് അരിയിലെല്ലാം പ്ലാസ്റ്റിക് ആയതിനാൽ ഞാനൂലിന് പോലും ഞൊണ്ടായി എന്നാണ്. കാരണം ഇന്ന് അതൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാവ്യ പുസ്തകത്തിൽ ആനുകാലികമായ ഒരുപാട് കവിതകളുണ്ട്. അതുകൊണ്ട് തന്നെ അവതാരിക എഴുതിയ സുമേഷ് കൃഷ്ണൻ സാറ് നല്ല കവിതയിൽ നൈപുണ്യമുള്ള ഒരാൾ എന്നൊക്കെ നല്ലൊരു അഭിസംബോധനയൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ താൻ ജീവിക്കുന്ന കാലങ്ങളെക്കുറിച്ച്, സമൂഹങ്ങളെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള എഴുത്തുകാരി എന്നുള്ള ഒരു നല്ലൊരു ഇതും അവതാരിക തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉജ്ജ്വല ജലധി തരംഗയിൽ രാവണ്യ സാറും ഏകദേശം നല്ല നല്ല അഭിപ്രായമാണ്. കവിതയിൽ നൈപുണ്യമുണ്ട് എന്നൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയാം. അതായത് ഞാൻ ഇനി അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ചാലേന്ന് കുറച്ച് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഇത്തിരി മടിയും കൂടുതലുണ്ട് കേട്ടോ. ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് തിരിച്ചറിവുണ്ടാക്കുന്നത്. ഈ സച്ചിദാനന്ദൻ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവർ ഞങ്ങളോട് അത്ര നല്ല രീതിയിൽ എന്താ പറയുക, ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളെ പോലെയാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചതും സംസാരിച്ചതും. പ്രത്യേകിച്ച് എന്നോട്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളാണല്ലോ, രാവണി സാറിനൊക്കെ അറിയായിരിക്കും, എന്നാലും എന്നോടും അതേ രീതിയിൽ ഒരുപാട് സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത്. എൻ്റെ ഒരു കവിതയും കൂടി കേട്ടിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിഹാ
കഥന പുഴയകന്നു കരം പിടിക്കാം മെല്ലെയടുത്തു കഥന പുഴയകന്നു മനസ്സിൻ നിഗൂഢതയിൽ മഴവിൽ വിരിഞ്ഞു മനോര നീരുറവയിൽ മധുരമായി നിറഞ്ഞു നിഴലായി വന്നു നീലനിലാവാ ഉണർന്നു നോവിൻ മഴയാ പേരിറങ്ങി നിഹാരമണിയുന്നു നോവിൻ മഴയാ പേരിറങ്ങി നിഹാരമണിയുന്നു